ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാവയ്ക്ക കറി തയ്യാറാക്കാനായിട്ട് ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക് വറുക്കാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച്, കൊച്ചു കറിച്ചട്ടി വെച്ചാലും മതി. പാൻ തന്നെ വേണമെന്നൊന്നുമില്ല, അപ്പച്ചട്ടി വെച്ചാലും മതി കറിക്ക് ആവശ്യമായി. ഇതിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. മുളകിട്ട് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പാവയ്ക്ക നമ്മൾ ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്, വേറെ നൈസായിട്ടല്ലെന്ന് കാണിക്കുകയാണ്. നമ്മൾ വിഴുക്ക് വരട്ടാനൊക്കെ എടുക്കുന്ന നൈസായിട്ടല്ലേ, അപ്പോൾ അതുപോലല്ല, ഇച്ചിരി ഒരു കട്ടിക്കാണ് അരിഞ്ഞെടുക്കുന്നത്. ഒന്ന് വലിയ കട്ടിയില്ല, ഒരു കഷ്ണം പീസ് എടുക്കത്തക്ക രീതിയിൽ. ഇത് ഇനി ഇതിലോട്ടിട്ട് ഇളക്കി എടുക്കണം. നല്ലതുപോലെ വഴണ്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിങ്ങനെ തട്ടിപ്പൊത്തി ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കിയാലും മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ആ ചാനലിലൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഈ പാവയ്ക്ക വേവുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ കൂട്ടി വയ്ക്കുന്ന പാവയ്ക്ക ഇതുപോലെ കൂടെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒന്നുപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് അത്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ആക്കി 2 മിനിറ്റ് വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ 2 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കൂട്ടി വെച്ച്. അപ്പോൾ ഇത് പാവയ്ക്ക വെന്ത് വരുന്നത് നോക്കണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇളക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നത് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാലിൽ കിടന്ന് 2 മിനിറ്റ് വേവാൻ അനുവദിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവാണ്, ഉപ്പ് ഇച്ചിരി കൂടെ വേണം. കാര്യം നമ്മൾ തൈര് ഒഴിക്കുന്നതാണ്. കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാം.
എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മളെ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പാവയ്ക്ക കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എപ്പോഴും നല്ലൊരു പാവയ്ക്ക കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലൊരു കറിയാണ്. ഓണത്തിനൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഓണത്തിന് നമുക്ക് എത്രത്തോളം കറി ഉണ്ടെങ്കിൽ അത്രത്തോളം സന്തോഷമല്ലേ. അപ്പോൾ ഇതുപോലൊരു കറി കൂടെ തയ്യാറാക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോഴേ അടുത്ത ചാനലുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.